പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം അഥവാ തളിയിൽ മഹാദേവ ക്ഷേത്രം. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഖരാസുരനാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. അത് രാമായണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈക്കം ക്ഷേത്രത്തിനും ഏറ്റുമാനൂർ ക്ഷേത്രത്തിനും ഒപ്പമാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാദേവന്റെ പരമഭക്തനായിരുന്നേ ഖരാസുരൻ. അദ്ദേഹം മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി വരങ്ങൾ നേടിയിട്ട് 3 ശിവലിംഗങ്ങളും നേടി. ആ ശിവലിംഗങ്ങളിൽ ഒരെണ്ണം ഇടത്തെ കൈയിലും ഒരെണ്ണം വലത്തെ കൈയിലും വെച്ചുകൊണ്ട് ഒരെണ്ണം വായിൽ കടിച്ചു പിടിച്ചിരുന്നു. ഒരു ശിവലിംഗം വൈക്കത്ത് പ്രതിഷ്ഠിച്ചു, ഒരു ശിവലിംഗം ഏറ്റുമാനൂർ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഇവിടെ വന്നു കടുത്തുരുത്തിയിൽ. അടുത്തുരുത്തി വന്നിട്ട് കടിച്ചു പിടിച്ചിരിക്കുന്ന ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കടുത്തുരുത്തി എന്ന പേര് വന്നത്, കടിച്ചു പിടിച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ. ഈ ശിവലിംഗം 3 അടിയേ ഉള്ളൂ. അതിൻ്റെ മുഖമാണെങ്കിൽ കിഴക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള മണ്ഡപം ഇതിൽ ഒരുപാട് തടി കൊണ്ടുള്ള ശില്പങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കാർത്ത വീരാർജുനീയം ആണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണവും. 300 വർഷം മുമ്പുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഈ ക്ഷേത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ കത്തി നശിച്ചു. അപ്പോൾ ഇതിന്റെ ശ്രീകോവിലിനൊന്നും പറ്റാതെ അവിടുത്തെ തിരുമേനി ഇങ്ങനെ പ്രതിഷ്ഠകളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും ഇവിടെ ഉണ്ട്. മറ്റ് ഈ തടിപ്പണികൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചുമില്ല. ഇവിടെ ഉപദേവതമാരായിട്ട് ഗണപതി ഭഗവാനുണ്ട്, ധർമ്മശാസ്താവുണ്ട്, ദുർഗാദേവിയുണ്ട്. ഇവിടെ തെക്കേ ഗേറ്റിനടുത്ത് ഏറ്റുമാനൂരപ്പനെയും വടക്കേ ഗേറ്റിനടുത്ത് വൈക്കത്തപ്പനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടുത്തുരുത്തി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ 3 അമ്പലത്തിൽ പോയ ഫലം കിട്ടുമത്രേ. വടക്കൻകൂർ രാജവംശം തിരുവിതാംകൂർ രാജവംശത്തോട് ചേർന്നപ്പോൾ ഈ അമ്പലത്തിന്റെ നടത്തിപ്പിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ പൂജയൊന്നും ചെയ്യാതെ ഒരുപാട് നാള് ഇങ്ങനെ കിടന്നു. പിന്നീട് ജനപ്രതിനിധികളുടെ എല്ലാ സഹകരണത്തോടുകൂടി ഈ അമ്പലം ഇപ്പോഴത്തെ നിലയിലായി. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങളുണ്ട്. ചുറ്റുമതിൽ വളരെ വലുതാണ്. ആ കിഴക്കേ ഗോപുരത്തിനടുത്ത് ഒരു ആൽത്തറയുണ്ട്. ആ ആൽത്തറയിൽ ഒരാളുണ്ട്, ഒരു മാവുണ്ട്, ഒരു പ്ലാവുണ്ട്. ഈ 3 ഒരു ആൽത്തറയിലാണുള്ളത്. ഈ അമ്പലത്തിനെ ചുറ്റി ഒരു കോട്ടയുണ്ട്, തളിക്കോട്ട. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് തളിയിൽ മഹാദേവ ക്ഷേത്രം എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രവേശനദ്വാരത്തിന്റെ മുഖമണ്ഡപത്തിന് അടുത്ത് ഒരു വലിയ കുളവുമുണ്ട്. എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും ഉള്ള നന്ദീശ്വരനെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. അതൊരു പ്രത്യേകതയാണ് ഈ അമ്പലത്തിന്റെ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന വലിയ മഹോത്സവവും ശിവരാത്രിയും പിന്നെ പ്രതിഷ്ഠാ ദിനവുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. വളരെ ശക്തിയുള്ള അമ്പലമാണ്. ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോട്ടീസ് ബോർഡിൽ കണ്ടിട്ട് നമുക്ക് ഏത് പ്രശ്നമാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, തളിയിൽ ക്ഷേത്രം, ഈ 3 ഒരേ ദിവസം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയാൽ വളരെയധികം ഫലങ്ങൾ സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയത്തിനടുത്താണ് ഈ തളിയിൽ മഹാദേവ ക്ഷേത്രം. നല്ല ബസ് സൗകര്യവും ട്രെയിൻ സൗകര്യവും എല്ലാം ഉണ്ട്. ഓം നമഃ ശിവായ.